നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്കുകൾ, അതായത് ഇത്തിരി ആശങ്കപ്പെടുത്തുന്ന ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും അപകട മാസമായിട്ടാണ് മെയ്നെ കണക്കാക്കുന്നത്. മിന്നലും കാറ്റും തീവ്ര മഴയും ഒരുമിച്ചെത്തുന്ന ഒരു മാസമായിട്ട് മെയ് മാറുകയാണ്. മധ്യ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അപകടം നിറഞ്ഞ മാസമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. നമുക്കറിയാം, മിന്നലും കാറ്റും തീവ്ര മഴയും അത് ഒരുമിച്ചെത്തുമ്പോൾ, ഇപ്പോൾ മിന്നലായാലും അപകടകാരിയാണ്, കാറ്റായാലും അപകടകാരിയാണ്, തീവ്ര മഴയായാലും അപകടകാരിയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്താൽ പോലും ഇതെല്ലാം അപകടകാരികളാണ്. അതിനിടയിൽ ഇത് മൂന്നും കൂടി ഒന്നിച്ചെത്തുമ്പോൾ അത് വലിയൊരു അപകടമായിട്ട് മാറും. അപകട മാസമായിട്ടാണ് മെയ്നെ കണക്കാക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളാണ് ദുരന്ത സാധ്യത ഏറെയുള്ളത് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇതൊരു വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലുള്ളവർ കുറച്ചധികം ജാഗ്രത പാലിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി. കൊച്ചി സർവകലാശാല ഗവേഷകരായ E.K. കൃഷ്ണകുമാർ, S. അഭിലാഷ്, CS അഭിരാം, നിർമ്മൽ, H. കുറുപ്പ് പ്രഭാത് എന്നിവരുടെ ആ പഠനത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് മുന്നിലോട്ട് വെച്ചിരിക്കുന്നത്. അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലുള്ളവർ ഇത്തിരി സുരക്ഷ പാലിക്കേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടതായിരിക്കുന്നു എന്നാണ് ഇവരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികൃതരുടെയോ ദുരന്ത നിവാരണ വകുപ്പിന്റെയോ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഇക്കാര്യം ജിയോമാറ്റിക്സ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് റിസ്ക് എന്ന ജേണലിൽ ഏതാനും മാസങ്ങൾ മുൻപ് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. മിന്നലിന്റെ തീവ്രത ഏറിയിരിക്കുകയാണ്. കാറ്റാകട്ടെ ചുഴലിക്കാറ്റിന് സമാനമായിട്ടാണ് കാറ്റ് വീശുന്നത്. അതിശക്തമായി പെയ്തിറങ്ങുന്ന വേനൽ മഴയ്ക്ക് കാരണമായ കൂമ്പാര മേഘങ്ങളിൽ നിന്നുള്ള മിന്നലിന്റെ തീവ്രത വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ഈ പഠനത്തിൽ ഇവർ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മിന്നലിന്റെ തീവ്രത ഏറുന്നു എന്ന് പറഞ്ഞാൽ ഇടിയും മിന്നലുമൊക്കെ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാൻ കരുത്തുള്ളവയാണ്. അതിന്റെ തീവ്രത ഏറിയിരിക്കുന്നു എന്നാണ് ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മിന്നലുകളുടെ എണ്ണം അതിന്റെ തീവ്രതയുടെ എണ്ണം അല്ലെങ്കിൽ തീവ്രത വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴയ്ക്കൊപ്പം എത്തുന്ന ചുഴലിക്ക് സമാനമായ കാറ്റ്, നമുക്കറിയാം, സാധാരണ ഈ കേരളത്തിന്റെ ഒരു കാലാവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ കാറ്റുണ്ടാകും, മഴയുണ്ടാകും, മിന്നലുണ്ടാകും. അതിൻ്റെ ഒരു സാധാരണ ലെവലൊക്കെ നമുക്കറിയാം. അതായത് കാറ്റുണ്ടാകുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്, മരം വീണ് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, വീടുകൾ നശിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ മഴയ്ക്കൊപ്പം എത്തുന്ന ചുഴലി സമാനമായ കാറ്റിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വൻ മരങ്ങൾ പോലും കടപുഴകുന്ന അല്ലെങ്കിൽ മറിഞ്ഞു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്, കൊമ്പ് കോതി ഒതുക്കേണ്ടതായിട്ടുണ്ട്. മഴക്കാലം വരെ, അതായത് കാലവർഷം എത്തുന്നതിന് മുമ്പ് നമ്മൾ ചില സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കാറുണ്ട്. കാലവർഷം എത്തട്ടെ, അതിനുശേഷം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുക, കൊമ്പുകളുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുക. ഇനി മറ്റെന്തെങ്കിലും ഫ്ലെക്സുകളോ മറ്റെന്തെങ്കിലും അങ്ങനെ വീഴാൻ പാകത്തിന് ഇരിപ്പുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. കാലവർഷം എത്തിക്കഴിഞ്ഞിട്ട് മാറ്റാം എന്നൊന്നും വിചാരിക്കരുത്. അതിന് കാരണമായി പറയുന്നത് മെയ് മാസത്തിലെ ഈ ഒരു തീവ്രത വലുതാണ് എന്നാണ്. അതുകൊണ്ട് കാലവർഷത്തിലെ ഇത്തരത്തിൽ കെടുതികൾ ഉണ്ടാകും, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കരുതെന്നാണ് ഈ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മുന്നറിയിപ്പ്. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുക, കൊമ്പ് കോതുക. മാത്രമല്ല, ജില്ലാ ഭരണകൂടത്തിനും പഞ്ചായത്തുകൾക്കുമൊക്കെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സുരക്ഷ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കേരളത്തിലെ വൃക്ഷങ്ങൾ ഒരുപാടുണ്ട്, മരങ്ങൾ ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. റോഡരികിൽ പോലും അപകടകരമായ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മുറിച്ചു മാറ്റാൻ, അതായത് ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് മുറിച്ചു മാറ്റാൻ പോലും കൃത്യമായ സംവിധാനമില്ല. ഇതിനായി യന്ത്രവൽകൃത സംവിധാനങ്ങളും പരിശീലനം കിട്ടിയ തൊഴിൽ സേനയും ഉൾപ്പെടുന്ന ട്രീ മാനേജ്മെന്റ് ബോർഡ് പഞ്ചായത്ത് തലങ്ങളിൽ രൂപീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ പഠനം നടത്തിയവർ എടുത്തു പറയുന്നുണ്ട്. വിലയേറിയ തേക്കും പ്ലാവും ആഞ്ഞിലിയും മറ്റു മരങ്ങളും തുച്ഛവിലയ്ക്ക് വെട്ടിയെടുത്ത് കടത്തുന്ന രീതിയാണ് ഇപ്പോൾ നാട്ടുമുറങ്ങളിൽ കാണുന്നത്. നട്ടു വളർത്തുന്ന കർഷകന് കാര്യമായ ലാഭമൊന്നും തടി വെട്ടുമ്പോൾ കിട്ടാറില്ല. ഈ രീതി മാറ്റി സംസ്ഥാനത്തെ പ്രകൃതിദത്ത തടി സമ്പത്ത് ഗൃഹോപകരണ നിർമ്മാണത്തിലും വീട് നിർമ്മിതിക്കും ഉപയോഗിക്കാനും കൂടി പ്രയോജനം
പ്രയോജനപ്പെടുന്ന വിധത്തിലാവണം വൃക്ഷ വിനിയോഗ ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്ന ഒരു നിർദ്ദേശം കൂടി പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി മറ്റൊരു കണക്ക് കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. അതായത് 24 മണിക്കൂറിൽ പെയ്തിരുന്ന മഴ 24 മിനിറ്റിൽ പെയ്തിറങ്ങുന്നു എന്ന പ്രധാന ഒരു പ്രധാന നിഗമനവും കൂടി ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുകയാണ്. മിന്നൽ പ്രളയത്തിൽ റോഡുകൾ മുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ തീവ്ര മഴ മൂലം ഉണ്ടാകുന്ന മിന്നൽ പ്രളയം മറ്റൊരു ഭീഷണിയാണ്. പഴയ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ മഴ. 24 മണിക്കൂറിൽ പെയ്തിരുന്ന മഴ 24 മിനിറ്റിലാണ് ഇപ്പോൾ പെയ്തിറങ്ങുന്നത്. പഴയകാല എഞ്ചിനീയറിംഗ് കണക്ക് പ്രകാരമുള്ള ഓടകളോ പാത്തികളോ ഇപ്പോഴത്തെ മിന്നൽ പ്രളയത്തെ നേരിടാൻ പര്യാപ്തമല്ല. റോഡുകളും മറ്റും മഴ പെയ്യുമ്പോൾ തടാകമാകുന്നതിന് കാരണമായി ഇത് കണക്കാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ പുരയിടങ്ങളിലും നീർത്തടങ്ങളിലും പാടങ്ങളിലും തോടുകളിലും ഏറെ നേരം തങ്ങി നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയായിരുന്നു മഴവെള്ളത്തിൻ്റെത്. പക്ഷേ ഇപ്പോഴാകട്ടെ വീട്ടുമുറ്റങ്ങൾ പോലും ടൈലിട്ട് അടച്ചിരിക്കുന്നതിനാൽ മണ്ണിലേക്കുള്ള മഴ വെള്ളത്തിൻ്റെ കിണിഞ്ഞിറങ്ങൽ ഇല്ലാതായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പഠനത്തിൽ നിന്നും ഒരുപാട് നിഗമനങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ശ്രദ്ധ വേണം. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ശക്തമായ കാറ്റിനും മഴയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇനി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പുതുക്കിയ മഴ മുന്നറിയിപ്പിലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഇന്ന് തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലും മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും, അതുപോലെ തന്നെ 13-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, 14-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ മഴ പെയ്യും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതുക്കിയ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഈ തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 13-ാം തീയതി തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. കന്യാകുമാരി പ്രദേശം, ലക്ഷദ്വീപ് പ്രദേശം, മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 11-ാം തീയതി തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. 12-ാം തീയതി ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശത്തിനോട് ചേർന്ന ഭാഗങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട്. മന്നാർ ഉൾക്കടലിനും അതിനോട് ചേർന്ന ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനത്താൽ മെയ് 11-ഓടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി.